വീട്ടുപടിക്കൽ എത്തിച്ചിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഇനി മുതൽ പെൻഷൻ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റം കൊണ്ടുവരാനാണ് സർക്കാരിൻ്റെ നീക്കം. ഇതിൻ്റെ ഭാഗമായി യു.ഡി.എഫ് സർക്കാർ സ്വീകരിച്ച തീരുമാനം എന്താണ്? ആരൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ? പെൻഷൻ തുക ഇനി എങ്ങനെയാണ് ലഭിക്കുക തുടങ്ങിയ വിവരങ്ങൾ അറിയാം ഓൺലൈൻ വേഡ് മലയാളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ. അതിനു മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ യു.ഡി.എഫ് സർക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ്. കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാരിൻ്റെ കൽപ്പനകൾ പിൻപറ്റി ഇനി ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമാകും പെൻഷൻ വിതരണം ചെയ്യുക. സാമൂഹ്യ സുരക്ഷാ ബോർഡുകളും ക്ഷേമനിധി ബോർഡുകളുമാണ് പെൻഷൻ വിതരണം ചെയ്യേണ്ടതെന്നും ബുധനാഴ്ച ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നുണ്ട്. വീട്ടുപടിക്കലെ പെൻഷൻ വിതരണം നിർത്തുന്നത് പെൻഷൻ പദ്ധതി തന്നെ അവസാനിപ്പിക്കാനുള്ള യു.ഡി.എഫ് സർക്കാരിൻ്റെ നീക്കത്തിൻ്റെ ആദ്യപടിയാണെന്ന് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ വിമർശിച്ചു. രാജ്യത്തിനു തന്നെ മാതൃകയായ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ സംവിധാനം അട്ടിമറിക്കാനുള്ള യു.ഡി.എഫ് സർക്കാരിൻ്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. നിലവിൽ വീടുകളിലെത്തിച്ച് വിതരണം ചെയ്യുന്ന പെൻഷൻ തുക ഇനി ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള വിതരണത്തിലേക്ക് മാറ്റാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാരിൻ്റെ കൽപ്പനകൾ പിന്തുടർന്ന് ഇപ്പോൾ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ അതായത് ഡി.ബി.ടി സംവിധാനം വഴി ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിക്കാനാണ് നീക്കം. നിലവിൽ ക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്നതിനായി സഹകരണ ബാങ്കുകളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ പുതിയ സംവിധാനത്തിൽ എൽ.ഡി.എഫ്. ഭരണകാലത്ത് സഹകരണ ബാങ്കുകൾ വഴി ക്ഷേമ പെൻഷൻ വീടുകളിലെത്തിച്ചിരുന്ന രീതിക്ക് പകരം ക്ഷേമ പെൻഷനുകൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കാണ് മാറ്റം വരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇനി മുതൽ മാസം തോറും ഒപ്പിട്ട് പെൻഷൻ വാങ്ങുന്ന രീതിക്ക് പകരം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നേരിട്ട് എത്തിക്കുന്ന സംവിധാനമാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം ആധാർ ലിങ്ക് ചെയ്യാത്തവർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയല്ലാത്തവർ തുടങ്ങിയവർക്ക് എന്ത് സംഭവിക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാൽ ഗുണഭോക്താക്കൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ, ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ, ആവശ്യമായ ബാങ്ക് വിവരങ്ങൾ കൃത്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള വിതരണമാണ് നടക്കുന്നതെങ്കിൽ അക്കൗണ്ട് സംബന്ധമായ പ്രശ്നങ്ങൾ പെൻഷൻ ലഭിക്കുന്നതിനെ ബാധിച്ചേക്കാം. അപ്പോൾ ക്ഷേമ പെൻഷൻ ഇനി വീട്ടിലെത്തില്ലേ എന്നതാണ് പലരുടെയും ചോദ്യം. പുതിയ തീരുമാനത്തിൻ്റെ ഭാഗമായി വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന നിലവിലെ രീതിക്ക് പകരം ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള നേരിട്ടുള്ള വിതരണം നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. കിടപ്പ് രോഗികൾക്ക് മാത്രമാണ് വീട്ടിലെത്തി തുക കൈമാറുക. അതുകൊണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാറുമായി കൃത്യമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ. ഈ വാർത്ത നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.